അടുത്ത അധ്യായം 14 രാമായണത്തിലെ കാക്കക്കാരി. കേരളീയരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായ പക്ഷിയാണ് കാക്ക. ബുദ്ധിയും പകയുമുള്ള പക്ഷി. ഭാരതീയ പുരാണങ്ങളിൽ ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക. ടിബറ്റൻ ബുദ്ധമതക്കാരുടെ ഇഷ്ടപ്പെട്ട പക്ഷിയാണ് കാക്ക. ദലൈലാമ കുഞ്ഞുനാളിൽ സംരക്ഷിച്ചത് 2 കാക്കകളെയായിരുന്നു അത്രേ. കാക്ക 2 തരം. നല്ല കറുപ്പുള്ള കാക്ക വെലിക്കാക്ക, കഴുത്തിന് ചാരമുള്ള കാക്ക കാവതിക്കാക്ക അഥവാ രാമൻ കാക്ക. പേനാക്കാക്ക, വീട്ടുകാക്ക എന്നിങ്ങനെയും രാമൻ കാക്കയെ അറിയപ്പെടുന്നു. രാമൻ കാക്ക എങ്ങനെ ഉണ്ടായി? രസകരമാണ് കഥ. വനവാസകാലത്ത് ശ്രീരാമനും സീതയും ചിത്രകൂടത്തിലെത്തി. വിശ്രമവേളയിൽ ശ്രീരാമൻ സീതയുടെ മടിയിൽ തലവെച്ചു കിടന്നു. മനോഹര നിമിഷം. രാമൻ ഉറങ്ങിപ്പോയി. അതുവഴി വന്ന ഇന്ദ്രപുത്രൻ ജയന്തൻ ഇത് കണ്ടു. അങ്ങനെ സുഖിക്കണ്ട. ജയന്തൻ കുനിഷ്ടു പുറത്തു ചാടി. ജയന്തൻ കാവതിക്കാക്കയുടെ രൂപം കൈക്കൊണ്ടു. സീതയുടെ ശിരസിൽ കൊത്തി മുറിവേൽപ്പിച്ചു. ബഹളം കേട്ട് ശ്രീരാമൻ ഞെട്ടി എണീറ്റു. ചോരയൊലിച്ചു നിൽക്കുന്ന സീതയെ കണ്ട് രാമൻ ശുഭിതനായി. തൊട്ടടുത്തു നിന്നും ഒരു പുല്ല് പറിച്ചു. ശരമാക്കി നേരെ കാക്കയുടെ വലത് കണ്ണിന് വശത്തേതു. കാക്കയ്ക്ക് കോങ്കണ്ണ് വന്നത് രാമശരം ഏറ്റാണ് എന്നും കാക്കയുടെ ഒരു കണ്ണിന്റെ കാഴ്ചശക്തി പോയെന്നും അതുകൊണ്ടാണ് കാക്ക ചരിഞ്ഞു നിൽക്കുന്നത് എന്നുമുള്ള വിശ്വാസം രസകരമായ കാക്കക്കാര്യം തന്നെ. കാക്കയുടെ കരച്ചിൽ നോക്കി ശ്രീരാമൻ നിമിത്തശാസ്ത്രം പറയുന്നത് പമ്പയുടെ തീരത്ത് വെച്ചാണ്. രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, അനുജ, സീതയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ കാക്ക ആകാശത്ത് വട്ടമിട്ട് അലറിക്കരയുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ കാക്ക മരക്കൊമ്പിലിരുന്ന് മൃദുവായി കരയുന്നു. ലക്ഷ്മണൻ ജ്യേഷ്ഠന്റെ പ്രതീക്ഷാതരമായ കണ്ണുകളിൽ നോക്കി. ശ്രീരാമൻ ആവേശത്തോടെ പറഞ്ഞു, മരക്കൊമ്പിലിരുന്ന് കരയുന്ന കാക്ക സീത ഇപ്പോൾ ഒരു മരച്ചുവട്ടിലാണ് ഇരിക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ്. കാകരടനം അഥവാ കാക്കയുടെ കരച്ചിലിന്റെ അർത്ഥം രാമൻ തന്നെ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നത് രാമായണ കാലത്താണ് നിമിത്തശാസ്ത്രം ആരംഭിച്ചത് എന്നാണ്. എന്തായാലും വാൽമീകി പ്രകൃതിയെ അങ്ങനെ തന്നെ രാമായണത്തിൽ ആവാഹിച്ചിരുന്നു എന്ന് സുവ്യക്തം. രണ്ടാമത്തെ അധ്യായമാണ് വാനരസേനയിലെ വൈദ്യശാസ്ത്രജ്ഞൻ. ഒരു യുദ്ധത്തിന് വിജയമൊരുക്കുന്ന പ്രധാന ഘടകം മുറിവേറ്റ സൈനികർക്ക് ശുശ്രൂഷ നൽകുക എന്നതാണ്. രാമരാവണ യുദ്ധത്തിന്റെ വിജയശില്പികളിൽ പ്രഥമഗണനീയൻ വാനരസേനയിലെ വൈദ്യശാസ്ത്രജ്ഞനായ സുഷേണനാണ്. താരയുടെ പിതാവാണ് സുഷേണൻ, വാനരരാജാവായ ബാലിയുടെ ശിശുരൻ. വാനരന്മാരുമായി സീതാന്വേഷണത്തിന് നേതൃത്വം കൊടുത്തവരിൽ മുൻപന്തിയിൽ സുഷേണൻ ഉണ്ടായിരുന്നു. ധർമ്മൻ എന്ന വാനരന്റെ പുത്രനായ ഇദ്ദേഹം വൈദ്യശാസ്ത്രം, യുദ്ധകല എന്നിവയിൽ അഗ്രഗാമിയായിരുന്നു. ഇന്ദ്രജിത്തിന്റെ മരണത്തോടെ രാമരാവണ യുദ്ധം ഗതി മാറി. രാവണൻ കൂടുതൽ ശക്തമായ യുദ്ധരംഗത്ത് നിലയുറപ്പിച്ചു. രാവണന്റെ ശരശക്തിയിൽ ലക്ഷ്മണൻ ബോധരഹിതനായി. അനേകം വാനരന്മാർ ശരവർഷത്തിൽ താഴെ വീണു. ഈ ഘട്ടത്തിൽ വൈദ്യശാസ്ത്ര വിദഗ്ധനായ സുഷേണൻ മൃതസഞ്ജീവിനി മരുന്നുകളെക്കുറിച്ച് നിർദ്ദേശിക്കുന്നു. ജാംബവാന്റെ മാർഗനിർദ്ദേശപ്രകാരം ഹനുമാൻ ഹിമാലയത്തിൽ മൃതസഞ്ജീവിനി ഋഷഭാദ്രിയിൽ കണ്ടെത്തുന്നു. അവയിൽ പ്രധാനപ്പെട്ട ശല്യകരണി, വിശല്യകരണി, സന്താനകരണി, മൃതസഞ്ജീവനി എന്നീ 4 മരുന്നുകൾ ഋഷഭാദ്രിയിൽ നിന്നും കണ്ടെത്തുകയും അത് ലക്ഷ്മണനും സഹ വാനരന്മാർക്കും നൽകിയത് സുഷേണനായിരുന്നു. ബോധരഹിതരായ ലക്ഷ്മണനും വാനരവീരരും പുനർജന്മം കിട്ടിയതുപോലെ ഉണർന്നെണീറ്റു. വീണ്ടും യുദ്ധോത്സുകരായി. സുഷേണ വൈദ്യകം എന്ന ആയുർവേദ ഗ്രന്ഥം സുഷേണന്റെ നാമധേയത്തിലാണെന്നതും ശ്രദ്ധേയം. 16-ാമത്തെ അധ്യായം മന്ദര എന്ന ക്ലൈമാക്സ്. നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ പോലും പറയുന്നത് ക്ലൈമാക്സിനെ കുറിച്ചുള്ള വിലയിരുത്തലുകളാണ്. ഒരു സിനിമയിലെ ക്ലൈമാക്സാണ് ചിത്രത്തിന്റെ വിജയം നിശ്ചയിക്കുന്നത്. രാമായണത്തിന്റെ ക്ലൈമാക്സ് മന്ദരയാണ് നിശ്ചയിക്കുന്നത്. ഭൂമിയിൽ നിശ്ചയിക്കപ്പെട്ട അവതാരോദ്ദേശം നിർവഹിക്കാനാണ് രാമൻ പിറന്നത്. 16-ാമത്തെ വയസ്സിൽ വിവാഹിതനായ രാമനും സഹോദരന്മാരും സ്വർഗതുല്യമായ ജീവിതമാണ് അയോധ്യയിൽ നയിച്ചത്. 12 വർഷം സമ്പൂർണ്ണ സന്തോഷ ജീവിതം. രാമലക്ഷ്മണന്മാർക്ക് 28 വയസ്സായി. ഏറ്റവും ചിന്തനീയം, ഈ 12 വർഷത്തിനുള്ളിൽ 4 പേർക്കും സന്താന സൗഭാഗ്യം സിദ്ധിച്ചതായി എവിടെയും കാണുന്നില്ല. ജീവിതം തികച്ചും എല്ലാം മറന്ന് ശ്രീരാമനും സഹോദരങ്ങളും ആസ്വദിക്കുന്നത് കണ്ട് ദേവന്മാർ സ്തബ്ധരായി. രാവണ നിഗ്രഹം, മറ്റു പല കാര്യങ്ങളും മുടങ്ങാൻ സാധ്യതയുണ്ട്. സരസ്വതി ദേവി ഉണർന്നു പ്രവർത്തിച്ചു. ശ്രീരാമ പട്ടാഭിഷേകം മുടക്കി രാമനെ വനവാസത്തിന് പറഞ്ഞയക്കാനുള്ള ദൗത്യം മന്ദരയെ സരസ്വതി ദേവി നിയോഗിക്കുന്നു. കൈകേയിയാണ് ശ്രീരാമ പട്ടാഭിഷേകം അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരുക്കങ്ങൾക്ക് ആദ്യ നേതൃത്വം നൽകുന്നത്. അത്തരത്തിലുള്ള കൈകേയിയുടെ മനം മാറ്റുന്നതിൽ വിജയിക്കുന്ന മന്ദരയാണ് രാമായണം എന്ന കാവ്യത്തിന്റെ ക്ലൈമാക്സ് നിർണ്ണയിക്കുന്നത്. ദുന്ദുഭി എന്ന ഗന്ധർവയുടെ അംശത്തിൽ നിന്നും പിറന്ന കൂനിയായ മന്ദരയാണ് ദുഷ്ടരെ നിഗ്രഹിക്കാനായി രാമന് അവസരം ഒരുക്കുകയും രാമായണത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട കഥാപാത്രമായി മാറുകയും ചെയ്യുന്നത് നാം കാണാതെ പോകരുത്. വെറുക്കപ്പെട്ട മന്ദരയാണ് വെറുക്കപ്പെട്ടവരെ നിഗ്രഹിക്കാനുള്ള പാതയൊരുക്കുന്ന അസാധാരണ കഥാപാത്രം. മന്ദര ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് രാമായണം?
17-ാമത്തെ അധ്യായം. ബന്ധുക്കൾ ശത്രുവാകുന്നത്. രാവണൻ തൻ്റെ സഹോദരനായ വിഭീഷണനെ കുറിച്ച് പറയുന്നത് പ്രഖ്യാതമാണ്. ചുമലിലിരുന്ന് ചെവി തിന്നുന്നവർ. സ്വന്തം സഹോദരനായ വിഭീഷണൻ രാമപക്ഷം ചേർന്നപ്പോഴാണ് ഇങ്ങനെ പ്രതികരിച്ചത്. പക്ഷേ ഇവിടെ രാവണന്റെ വാദത്തിന് ന്യായമില്ല. മറ്റൊരാളുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്നതിന് കൂട്ടു നിൽക്കുക എന്നത് ശരിയല്ല. രാമപക്ഷമാണ് ശരി. ആ ശരിയുടെ സഹായാർത്ഥികനാകാനാണ് വിഭീഷണൻ രാമനോടൊപ്പം ചേർന്നത്. രാവണന്റെ വാദങ്ങൾ വിഭീഷണ അഞ്ചാം പത്തി എന്നാണ്. ശത്രുവോടൊപ്പവും വൃദ്ധനായ സർപ്പത്തോടൊപ്പവും കഴിയാം. എന്നാൽ സ്വന്തം സഹോദരന് വ്യസനം വരുമ്പോൾ സന്തോഷിക്കുന്ന ഇവരെ എന്താണ് വിളിക്കേണ്ടത്? ബന്ധുക്കളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട. രാവണന്റെ അടുത്ത വാദഗതി ഉദാഹരണ സഹിതമാണ്. പണ്ട് പത്മവനത്തിൽ ആനപിടിയന്മാരെ കണ്ടപ്പോൾ അതിൽ ഒരു ആന പറഞ്ഞു, കമ്പക്കയറുമായി വരുന്ന ആനപിടിയന്മാരെ അല്ല ഭയപ്പെടേണ്ടത്, സ്വന്തം വർഗമായ ആനയെ തന്നെയാണ്. കാരണം വാരിക്കുഴിയിൽ വീണ ആനകളെ കുഴിയിൽ നിന്നും കയറ്റി ചങ്ങലയിലിടാൻ സഹായിക്കുന്നതും ബന്ധുവായ ആനകൾ തന്നെയാണ്. ഏറ്റവും വലിയ ശത്രു അടുത്ത ബന്ധുവായിരിക്കാം എന്ന ഒരു മുന്നറിയിപ്പാണ് രാവണൻ വിഭീഷണിലൂടെ വരച്ചു കാട്ടുന്നത്. പൂക്കൾ തോറും പാറിപ്പറന്ന് തേനുണ്ടുന്ന വണ്ട് എപ്പോഴെങ്കിലും പൂവിനോട് സ്നേഹം കാണിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ വണ്ടിൻ്റെ കനം കൊണ്ട് ഇതിൽ വേദനിച്ചിട്ടുണ്ടാകാം. തേൻ കിട്ടിയാൽ അത് കുടിച്ചു തീർത്ത് പോകുമ്പോൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത വണ്ടുകൾ പോലെയാണ് ചില ബന്ധുക്കളെന്നും വിഭീഷണനെക്കുറിച്ച് രാവണൻ ഓർമ്മിപ്പിക്കുന്നു. രാവണന്റെ വാദങ്ങൾ ശരിയാണെങ്കിലും വിഭീഷണൻ ശരിയുടെ പക്ഷമായതിനാൽ ഇതൊന്നും വിഭീഷണനെ ബാധിക്കുന്നില്ല. നമ്മളെല്ലാം വിഭീഷണന്റെ കൂടെയാണ്. കാരണം നാമെല്ലാം രാമപക്ഷത്താണല്ലോ. 18-ാമത്തെ അധ്യായം. ഏകപത്നി വ്രതമെന്ന സദാചാരം. 350 ഭാര്യമാരുള്ള ഒരു രാജാവ്. കേട്ടാൽ ചെവി പൊത്തിപ്പോകും. എന്ത് വിചിത്രമായ നീതിബോധം! ദശരഥന് 350 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. അർത്ഥസപ്തശതാസ്തത്ര പ്രമദാസ്തമ്രലോചന എന്ന് വാൽമീകി പറയുന്നു. ശ്രീരാമൻ വനത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഈ 350 അമ്മമാരും വിങ്ങിപ്പൊട്ടുന്ന വേദനാജനകമായ രംഗം വനയാത്രയെ കൂടുതൽ ശോകഭരിതമാക്കുന്നു. ശ്രീരാമൻ ധർമ്മത്തിൽ പ്രതീകമാകുന്നത് തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടരാതെ പുതിയ ഒരു സാമൂഹിക സദാചാരം അനുവർത്തിക്കുമ്പോഴാണ്. ദശരഥ ഭരണകാലം വരെ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു എന്നതിന് ഉദാഹരണമാണ് ദശരഥൻ്റെ 350 ഭാര്യമാർ. ശ്രീരാമൻ ബഹുഭാര്യത്വം നിഷേധിച്ച് ഏകപത്നി വ്രതം എന്ന ഉത്തമ സദാചാര നിയമത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നു. 16-ാമത്തെ വയസ്സിൽ വിവാഹിതനായ രാമനും മറ്റു സഹോദരന്മാരും ബഹുഭാര്യത്വം ചിന്തിച്ചതേയില്ല. ശ്രീരാമനെ വശീകരിക്കാൻ വന്ന ശൂർപ്പണഖയുടെ ശ്രമത്തെ അങ്ങേയറ്റം പരിഹാസത്തോടെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ലക്ഷ്മണന് ശൂർപ്പണഖയെ ചെയ്തത് വിവാഹിതരായ പുരുഷന്മാരെ വശീകരിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകൾക്കുള്ള ഒരു താക്കീതായിരുന്നു. രാമന്റെ പാത തന്നെയാണ് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും പിന്തുടരുന്നത്. രാമൻ ധർമ്മത്തിൻ്റെ പ്രതിരൂപമാകുന്നത് ഏകപത്നിവ്രതം എന്ന സാമൂഹ്യ വിപ്ലവം ഭാരതീയ സമൂഹത്തിന് സമ്മാനിച്ചാണ്. പിതാവിൻ്റെ നിരാകരിക്കപ്പെടേണ്ട ദുർഗുണങ്ങളെ നിരാകരിക്കുകയും എന്നാൽ അച്ഛൻ്റെ ആജ്ഞകളെ ശിരസാവഹിക്കുകയും ചെയ്ത ശ്രീരാമൻ്റെ ജീവിതം സദാചാരത്തിൽ മാത്രം ഊന്നിയുള്ളതാണ്. അതുകൊണ്ടാണല്ലോ രാമഭരണ സങ്കല്പത്തെ രാമരാജ്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. 19-ാമത്തെ അധ്യായം. രായെ ഭയപ്പെട്ട മാരീചൻ. രാവണന്റെ മാതുലനാണ് രാക്ഷസനായ മാരീചൻ. മാരീചന്റെ പേരിനൊപ്പം സുബാഹുവിൻ്റെ പേരും നമ്മുടെ മനസ്സിലെത്തും. 1000 ആനകളുടെ ശക്തിയുള്ള താടകയുടെ മക്കളാണ് മാരീചനും സുബാഹുവും. മാരീചൻ പൂർവ്വജന്മത്തിൽ വൈകുണ്ഠത്തിലെ ദ്വാരപാലകരുടെ ഭൃത്യരായിരുന്നു. മഹാവിഷ്ണുവിനോട് മോശമായി പെരുമാറിയപ്പോൾ ശാപത്തിന് വിധേയനായി അയാളെ രാക്ഷസനാക്കി മാറ്റി. രാമാവതാര കാലത്ത് ശാപമോക്ഷം ലഭിക്കുമെന്ന് ആശീർവദിച്ചു. മാരീച സുബാഹുക്കൾ പിരിയാത്ത സഹോദരങ്ങളായിരുന്നു. അവരുടെ ഇഷ്ടവിനോദം വനപ്രദേശത്തെ ഏകാന്തതയിൽ കഴിയുന്ന മുനിമാരെ ഉപദ്രവിക്കുക എന്നതായിരുന്നു. ഇതറിഞ്ഞ വിശ്വാമിത്രൻ അയോധ്യയിൽ ചെന്ന് രാമലക്ഷ്മണന്മാരെ സഹായത്തിനായി കാട്ടിലേക്ക് കൊണ്ടുവന്നു. കാട്ടിൽ വെച്ച് വിശ്വാമിത്രൻ രാമനോട് രാമബാണത്തിൻ്റെ ഞാണല് കേൾപ്പിക്കാൻ പറഞ്ഞു. രാമബാണത്തിൻ്റെ ഭീകര ശബ്ദം കേട്ട മാരീചൻ കടലിൻ്റെ മറുകരയിൽ പേടിച്ച് തെറിച്ചു വീണു. അന്ന് മുതൽ ജടാവൽക്കലധാരിയായി ആശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു. രാമലക്ഷ്മണന്മാർ സീതാസമേതം ദണ്ഡകാരണ്യത്തിലെത്തി. രാവണ സോദരി ശൂർപ്പണഖ അവിടെ എത്തി രാമനോടും ലക്ഷ്മണനോടും വിവാഹ അഭ്യർത്ഥന നടത്തി. പിന്നീട് ലക്ഷ്മണൻ ശൂർപ്പണഖയെ അപമാനിച്ചു വിട്ടു. രാമനെ വധിച്ച് സീതയെ സ്വന്തമാക്കാൻ രാവണൻ തീരുമാനിച്ചു. ആ സമയത്ത് രാവണന്റെ മനസ്സിൽ മാതുലനായ മാരീചനെ ഓർത്തു. രാവണൻ പുഷ്പകവിമാനത്തിൽ കയറി മാരീചന്റെ ആശ്രമത്തിലെത്തി. രാമബാണത്തിന്റെ ശക്തി അറിയുന്ന മാരീചൻ രാവണനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ശുഭദനായ രാവണൻ മാരീചനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി.
രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ പുണ്യം തൻ്റെ ആരാധനാപാത്രമായ രാമന്റെ കൈകൊണ്ട് മരിക്കുന്നതാണെന്ന് മാരീചൻ നിശ്ചയിച്ചു. രാമഭയം കൊണ്ട് രായിൽ നിന്ന് ആരംഭിക്കുന്ന രത്നവും രഥങ്ങളും വരുന്ന ശബ്ദവും പോലും തന്നെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ മാരീചൻ രാമനെ കാണാൻ പുറപ്പെടുന്ന രംഗം എത്ര മനോഹരമാണ്. രാവണനും മാരീചനും കൂടി പുഷ്പകുമാനത്ത് കയറി രാമാശ്രമത്തിന് സമീപമെത്തി. മാരീചൻ ഒരു സുന്ദരമായ ഒരു സ്വർണ്ണമാനായി വേഷം പൂണ്ടു. സീത കാണാൻ വേണ്ടി ആശ്രമ പരിസരത്ത് തുള്ളിച്ചാടി കളിച്ചു. സീത കണ്ടു, മനം കുളിർത്തു. രാമനോട് അതിന് വേണമെന്ന് ശാഠ്യം പിടിച്ചു. ശ്രീരാമൻ അമ്പും വില്ലും എടുത്ത് മാനിനെ അനുഗമിച്ചു. അടുക്കും തോറും അകലുന്ന സ്വർണ്ണമാൻ ശ്രീരാമന്റെ ക്ഷമയ്ക്ക് അതിരിട്ടു. രാമൻ അതിനെ എയ്തു വീഴ്ത്തി. ഹാ ലക്ഷ്മണ എന്ന് വിളിച്ചുകൊണ്ട് മരിച്ചു വീണു. മരിച്ചത് ശ്രീരാമനാണ് എന്ന് ലക്ഷ്മണനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഹാ ലക്ഷ്മണ എന്ന് വിളിച്ചത്. എന്നാൽ അത് മാത്രമാണോ? സംശയമുണ്ട്. രാ എന്ന ശബ്ദത്തെ മാരീചൻ ഭയപ്പെട്ടു കൊണ്ടാവില്ലേ മരിക്കുമ്പോൾ ഹാ രാമ എന്ന് മാരീചൻ ഉച്ചരിച്ചിരുന്നെങ്കിൽ രാമന്റെ അവതാരോദ്ദേശം സഫലമാകുമായിരുന്നില്ല. എന്തായാലും രാമനിലും രായുണ്ട്, രാവണനിലും രായുണ്ട്. ഇരുപതാമത്തെ അധ്യായമാണ് വാൽമീകിയുടെ ബുദ്ധിജീവിയും ഇന്നത്തെ ബുദ്ധിജീവി. ബുദ്ധിജീവി ഇന്നത്തെ കാലത്ത് ഒരു പരിഹാസവാക്കായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് വാൽമീകിയാണ്. എന്താണ് ബുദ്ധിജീവി എന്ന വാക്കിന്റെ ശരിയായ വിവക്ഷ? ബുദ്ധി കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്നവനാണ് ബുദ്ധിജീവി. ശബ്ദ താരാവലിയിൽ ബുദ്ധിജീവിക്ക് അർത്ഥം ബുദ്ധിപരമായി വളരെയധികം കഴിവും പ്രാഗൽഭ്യവുമുള്ള ആൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വാൽമീകി രാമായണത്തിൽ കുംഭകർണൻ രാവണനോട് സംസാരിക്കുന്ന വേളയിലാണ് ബുദ്ധിജീവി എന്ന പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത്. രാജാ സഹാർത്ഥ തത്വജ്ഞൈ സജീവർ ബുദ്ധിജീവി. തത്വജ്ഞരും ബുദ്ധിജീവികളുമായ മന്ത്രിമാരുമായി ആലോചിച്ച് കാര്യം നടത്തുന്നവനാണ് രാജാവ്. ആധ്യാത്മരാമായണത്തിൽ യുദ്ധകാണ്ഡത്തിലെ കുംഭകർണന്റെ നീതിവാക്യം ഒരു ബുദ്ധിജീവിയുടെ തലത്തിൽ കുംഭകർണൻ ഉയരുന്നത് കാണാം. മൂഢരാ മന്ത്രികൾ ചൊല്ലും കേട്ടിടുകിൽ നാടും ആയുസ്സും കുലവും നശിച്ചു പോവും. കുംഭകർണനെ നാം പലപ്പോഴും ഉറക്കം തൂങ്ങുന്ന ഒരു കഥാപാത്രമായാണ് മനസ്സിൽ സങ്കല്പിച്ചത്. എന്നാൽ 6 മാസം ഉറങ്ങുന്നതും 6 മാസം ഉറങ്ങാത്തതും തുല്യമാണ് എന്ന് നാം ചിന്തിക്കാറേയില്ല. 6 മാസം ഉറങ്ങാത്ത കുംഭകർണൻ എന്നത് നമ്മുടെ മനസ്സിലേക്ക് വരാത്തതിൻ്റെ കാരണം എന്താവാം? ചിലപ്പോൾ രാവണ യുദ്ധം നടക്കുമ്പോൾ കുംഭകർണൻ ഉറക്കമൂഴം 9 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. 6 മാസം ഉണർന്ന് നടക്കുന്ന ബുദ്ധിജീവിയായ കുംഭകർണനെ വാൽമീകി അവതരിപ്പിച്ചിട്ടും ഉറങ്ങുന്ന കുംഭകർണൻ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് ഇപ്പോഴും. 21ാമത്തെ അധ്യായം അരുണന്റെ മക്കൾ ബാലി സുഗ്രീവന്മാർ. ശീലാവതിയുടെ പാതിവൃത്യം സുപ്രസിദ്ധമാണ്. ഉഗ്ര തപസ്സാണ് ലീലാവതിയുടെ ഭർത്താവ് സ്ത്രീലമ്പടൻ. എല്ലാ സമ്പത്തും തൻ്റെ ആഡംബര ജീവിതം ദൂർത്തും കൊണ്ട് നശിപ്പിച്ചു. കുത്തൊഴിഞ്ഞ ജീവിതം അയാളെ കുഷ്ഠരോഗിയാക്കി മാറ്റി. എന്നിട്ടും അയാളുടെ പരസ്ത്രീ കമ്പം ഇത്തിരി പോലും കുറഞ്ഞില്ല. ശീലാവതി തൻ്റെ ഭർത്താവിനെ തോളിലേറ്റി വേശ്യാലയത്തിലേക്ക് സന്ധ്യാനേരത്ത് കൊണ്ടുപോയി. വഴിമധ്യേ ശൂലാരോഹണത്തിൽ കിടക്കുന്ന അണിമാണ്ഡവ്യന്റെ ശൂലത്തിൽ ഉഗ്രതപസിന്റെ ദേഹം മുട്ടി. അണിമാണ്ഡവ്യൻ വേദന കൊണ്ട് പുളഞ്ഞു. കുഷ്ഠരോഗിയായിട്ടും ജീവനതുല്യം സ്നേഹിക്കുന്ന ശീലാവതിയെപ്പോലെ പതിവ്രതയായ പത്നി ഉണ്ടായിട്ടും ഇയാളുടെ വിഷയാസക്തി അപാരം തന്നെ. അടുത്ത സൂര്യോദയത്തിന് മുമ്പ് ഉഗ്രതപസ് മരിക്കട്ടെ, അണിമാണ്ഡവ്യന്റെ ശാപം ഏൽക്കാതിരിക്കാൻ പതിവ്രതാരത്നം ശീലാവതി പ്രതിശാപം നൽകി. സൂര്യൻ അടുത്ത ദിവസം ഉദിക്കാതിരിക്കട്ടെ. ശീലാവതിയുടെ പാതിവൃത്യത്തിന്റെ ശക്തിയുടെ പിറ്റേന്ന് സൂര്യന് ഉദിക്കാൻ പറ്റാതെയായി. സൂര്യന്റെ തേരാളിയായ അരുണന് അന്ന് പണിയില്ലാതായി. അരുണന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അയാൾ ദേവലോകത്ത് കയറിപ്പറ്റി. ദേവസ്ത്രീകളുടെ നൃത്തപരിശീലനം നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഞൊടിയിടയിൽ സുന്ദരിയായി വേഷം മാറി ദേവേന്ദ്രൻ ഈ പുതുസുന്ദരിയെ കണ്ട് വികാരപരവശനായി. ഇന്ദ്രൻ രഹസ്യമായി അവളെ പരിണയിച്ചു. അപ്പോൾ ജനിച്ച പുത്രനാണ് ബാലി. ഈ സമയം കൊണ്ട് ശീലാവതി അനസൂയയോടും മധ്യസ്ഥതയിൽ ശാപം പിൻവലിച്ചു. സൂര്യോദയത്തിന് അനുവാദം നൽകി. അപ്പോൾ അരുണനെ കാണാനാകില്ല. കോപിഷ്ഠനായ സൂര്യന്റെ മുൻപിൽ വെപ്രാളത്തോടെ അരുണനെത്തി. കാര്യത്തിൽ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു. സൂര്യന്റെ കോപം അടങ്ങി. തരക്കേടില്ല എങ്കിൽ ആ രൂപം എനിക്കും കാണിച്ചു തരിക. അരുണൻ വീണ്ടും സ്ത്രീയുടെ വേഷം ധരിച്ചു. അരുണിയായി സൗന്ദര്യ ദേവത. സൂര്യൻ അരുണിയെ പരിണയിച്ചു. സൂര്യന്റെയും അരുണന്റെയും, അതായത് അരുണിയായി വന്ന ആ സ്ത്രീയുടെയും പുത്രനായി സുഗ്രീവൻ പിറന്നു. ഇന്ദ്രനിൽ നിന്നും അരുണിക്ക് പിറന്നത് ബാലി, സൂര്യനിൽ നിന്നും അരുണിക്ക് പിറന്നത് സുഗ്രീവൻ.
24 മണിക്കൂറും ജോലി ചെയ്യുന്ന സൂര്യനും അരുണനും മക്കളെ നോക്കാൻ നേരമില്ലാത്തതിനാൽ ബാലി സുഗ്രീവന്മാർ ഗൗതമാശ്രമത്തിൽ അഹല്യയുടെ സംരക്ഷണത്തിൽ വളർന്നു. ചിലപ്പോൾ മകനായ ബാലിയെ കാണാൻ വന്നു കൊണ്ടിരുന്നപ്പോഴാകാം അഹല്യയും ഇന്ദ്രനും പ്രണയത്തിലായത്. ഏതായാലും ബാലിയും സുഗ്രീവനും രാമായണത്തിന്റെ ഐശ്വര്യവും ആവേശവും ഊർജവും ഉന്മേഷവുമാണ്. 22-ാമത്തെ അധ്യായം. അധികാരം തലയ്ക്ക് പിടിച്ച സുഗ്രീവൻ. ബാലിയുടെ വധത്തിന് ശേഷം കിഷ്കിന്ധയിലെ മഹാരാജാവായി സുഗ്രീവൻ ലക്ഷ്മണന്റെ സാന്നിധ്യത്തിൽ അധികാരമേറ്റു. അംഗദൻ യുവരാജാവും രുമ മഹാറാണിയായും താരാദേവി അമ്മ മഹാറാണിയായും വാഴിക്കപ്പെട്ടു. സുഗ്രീവന്റെ മന്ത്രിയായി നിയമിക്കപ്പെട്ടത് ഹനുമാനെയായിരുന്നു എന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇതെല്ലാം കൃത്യമായി നടത്തിയ ശേഷമാണ് ലക്ഷ്മണൻ ജ്യേഷ്ഠന്റെ വാസസ്ഥലമായ ഋഷ്യമുഖജലത്തിലേക്ക് മടങ്ങിയത്. മാത്രമല്ല, ലക്ഷ്മണൻ ഹൃദയം നിറഞ്ഞാണ് സുഗ്രീവാഭിഷേകത്തിനു ശേഷം മടങ്ങിയത്. അഭിഷേക സമയത്തിനു മുമ്പ് തന്നെ ഒരു സന്ധി ഉണ്ടാക്കിയിരുന്നു. സുഗ്രീവാഭിഷേകത്തിനു പകരമായി സീതാന്വേഷണം നടത്തുമെന്ന് സുഗ്രീവൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇനി സീതയെ സുഗ്രീവൻ തന്നെ വേഗം കണ്ടുപിടിച്ച് നൽകും. സുഗ്രീവന് ദക്ഷിണദേശത്തെ മുക്കും മൂലയും മനപ്പാടമാണ്. സുഗ്രീവനെ കൊല്ലാൻ വേണ്ടി ബാലി ശ്രമിച്ചപ്പോൾ കാടായ കാട് മുഴുവനും ഓടി അവസാനം ഋഷ്യമുഖജലത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടതാണ്. അങ്ങനെ കാടിന്റെ ഭൂമിശാസ്ത്രം കൃത്യമായി അറിയാവുന്ന സുഗ്രീവൻ മഹാരാജാവായതിന്റെ സന്തോഷം ഏറ്റവും മനസ്സ് സൂക്ഷിച്ചത് ലക്ഷ്മണനായിരുന്നു. സുഗ്രീവൻ മഹാരാജാവായി ഭരിക്കുകയല്ല, മതിമറന്ന് ആനന്ദിക്കുകയായിരുന്നു. രാജാവായിട്ട് 4 മാസങ്ങളായി. സീതാന്വേഷണത്തിന് വേണ്ട ഒരു മന്ത്രിസഭാലോചന പോലും സുഗ്രീവൻ നടത്തിയില്ല. സാരമില്ല, ആ 4 മാസം മഴക്കാലമായതുകൊണ്ടാകാം എന്ന് ലക്ഷ്മണൻ സ്വയം സമാധാനിച്ചു. ശരത്കാലം വന്നു. ഒരു നടപടികളുമില്ല. ശ്രീരാമനോട് ഇക്കാര്യം സംസാരിച്ചു. ജ്യേഷ്ഠന്റെ അനുവാദത്തോടെ ലക്ഷ്മണൻ ഒരു കൊടുങ്കാറ്റായി കിഷ്കിന്ധയിലേക്ക് പുറപ്പെട്ടു. താര ഇറങ്ങിവെന്ന് ലക്ഷ്മണനെ മയപ്പെടുത്തി. ലക്ഷ്മണൻ സുഗ്രീവനോട് പറഞ്ഞത് ഒരു ലോകതത്വമാണ്. ഗോഹത്യ നടത്തിയവൻ, മദ്യപൻ, തസ്കരൻ, വ്രതഭംഗം നടത്തിയവൻ ഇവർക്കെല്ലാം ആചാര്യന്മാർ പ്രായശ്ചിത്തം വിധിച്ചിട്ടുണ്ട്. എന്നാൽ നന്ദികേടിന് മാത്രം പ്രായശ്ചിത്തമില്ല. കൃതജ്ഞത മാപ്പില്ലാത്ത കുറ്റമാകുന്നു. സീതാന്വേഷണം മറന്ന് താങ്കൾ അധികാരലഹരിയിൽ ജനങ്ങളെ മറന്നിരിക്കുന്നു. ശരിക്കും ലക്ഷ്മണൻ അവിടെ നിഷ്പക്ഷ പ്രതിപക്ഷമായി നിറഞ്ഞാടുകയായിരുന്നു. സുഗ്രീവൻ മാപ്പ് പറഞ്ഞു. ഉടൻ തന്നെ സീതാന്വേഷണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. 8 ദിക്കിലേക്ക് അനേകം ലക്ഷമുള്ള മഹാസൈന്യത്തെ സീതാന്വേഷണത്തായി നിയോഗിച്ചു. ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി. അധികാരം അലസതയ്ക്ക് വഴിതെളിച്ചു എന്ന് സുഗ്രീവൻ നമ്മെ പഠിപ്പിക്കുന്നു. സുഗ്രീവനെ ഇക്കാര്യത്തിൽ പിന്തുണ നൽകുക പ്രയാസം തന്നെ. 23-ാമത്തെ അധ്യായമാണ് അടുത്തത്. രാമായണ സന്യാസിനി സ്വയംപ്രഭ. രാമായണത്തിലെ ഓരോ കഥാപാത്രവും സ്വതന്ത്രമാണ്, അതുപോലെ വ്യത്യസ്തവുമാണ്. സ്വർണ്ണസിംഹാസനത്തിൽ ഇരിക്കുന്ന സുന്ദരിയായ ഒരു സന്യാസിനിയുണ്ട്. അവരാണ് സ്വയംപ്രഭ. വിശ്വശില്പിയായ മയന്റെ മകളാണ്. സ്വയംപ്രഭ ജന്മം മുതൽ തന്നെ ബ്രഹ്മചര്യം ജീവിതവ്രതമാക്കി രംഭയുടെ ദാസിയായി ജീവിച്ചു. മയനും ഭാര്യയും ഹേമയും ചേർന്ന് ഹിമവാന്റെ തെക്കേ താഴ്വരയിൽ ഹേമപുരം എന്ന നഗരം സൃഷ്ടിച്ചു. മയന് ഹേമയിൽ മായാവി, ദുന്ദുഭി എന്നീ ആൺമക്കളുണ്ടായി. ശിവന്റെ അനുഗ്രഹത്തിൽ പൊട്ടകിണ്ടിൽ നിന്നും മണ്ഡോദരിയെ എടുത്തു വളർത്തി സ്വന്തം മകളായി വളർത്തി. മയന് മേരുസ വർണ്ണിയിലുണ്ടായ പുത്രിയാണ് സ്വയംപ്രഭ. അസുരനായ മയൻ അസുരപക്ഷം വിട്ട് ദേവപക്ഷം ചേർന്നു. അസുരന്മാർ മയനെതിരായി. അസുരരെ ഭയന്ന ഹേമപുരം വിട്ട് കുടുംബസമേതം തെക്കോട്ട് സഞ്ചരിച്ച് വിന്ധ്യനിൽ സുന്ദരമായ ഒരു മായാമന്ദിരം പണിതു. ആ മായാമന്ദിരത്തിലാണ് മകളും സന്യാസിനിയുമായ സ്വയംപ്രഭ താമസിക്കുന്നത്. സീതയെ അന്വേഷിച്ച് ഹനുമാൻ വാനരമായി വിന്ധ്യാപർവ്വതത്തിൽ എത്തിച്ചേർന്നു. തെക്ക് പടിഞ്ഞാറേ കൊടുമുള്ളിൽ എത്തിയപ്പോൾ ഒരു പ്രത്യേകതയുള്ള വലിയ ഗുഹ കണ്ടു. ഗുഹയിലെ ഇരുട്ടിൽ അവർ തപ്പിത്തപ്പി നടന്നു. വിശന്നു വലഞ്ഞു. കുറച്ചുകൂടി നടന്നപ്പോൾ പ്രകാശപൂരിതമായ സ്ഥലം. ദൂരെ ഒരു കുഴിയിൽ നിന്നും ചെറുപക്ഷികൾ ആകാശത്തേക്ക് പറന്നുയരുന്നു. പക്ഷികളുടെ ചിറകുകളിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നു. അവർ ആ കുഴിയിൽ ഇറങ്ങി നടന്നു. ഇത്തിരി ദൂരം നടന്നപ്പോൾ ഒരു ഉദ്യാനത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഏകാന്തതയിൽ ഒരു സുന്ദരി ഇരിക്കുന്നു. അത് സ്വയംപ്രഭയായിരുന്നു. സ്വയംപ്രഭ ഹനുമാനോട് തൻ്റെ കഥ പറഞ്ഞു. ഞാൻ രംഭയുടെ ദാസിയാണ്. രംഭയുടെ ഭർത്താവായ ചതുരാസ്യനും രംഭയും കൂടി ദാസിയായി ഞാനും ഇവിടെ സുഖമായി ജീവിക്കുകയായിരുന്നു. ഇവിടെ വെളിച്ചം തരുന്നത് രത്നങ്ങളാണ്. ലതകളും വൃക്ഷങ്ങളും ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം തരുന്നു. ഇതറിഞ്ഞ ഇന്ദ്രൻ ഇവിടെ വന്ന് ചാതുരാസ്യനെ കൊന്നു. രംഭയെ ദേവലോകത്ത് കൊണ്ടുപോയി. രംഭയെ സഹായിച്ചതിനായി എന്നെ ശപിച്ചു. അനേകായിരം വർഷം കഴിയുമ്പോൾ സീതയെ അന്വേഷിച്ച് വാനരസംഘം വരുമെന്നും അവർക്ക് ആഹാരം കൊടുത്ത് സൽക്കരിക്കുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞിരുന്നു. സ്വയംപ്രഭ സന്തോഷത്തോടെ ഹനുമാനെ നമസ്കരിച്ചു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഞാൻ ഇവിടം വിടുകയാണ്. അപ്പോൾ ഈ സ്ഥലം ഇല്ലാതെയാകും. ഞാനിരിക്കുന്ന സ്വർണ്ണസിംഹാസനവും ഒന്നും കാണില്ല. നിങ്ങളെല്ലാവരും കണ്ണടച്ച് നിൽക്കുക. നിങ്ങൾ മുമ്പിൽ നിന്ന മൈതാനത്തെത്തും. വാനരന്മാർ കണ്ണു തുറന്നപ്പോൾ അവർ പഴയ മൈതാനത്ത് നിൽക്കുന്നു. അത്ഭുതം, സ്വയംപ്രഭയെ കാണാനില്ല. അത്ഭുത ലോകം അപ്രത്യക്ഷമായിരിക്കുന്നു. സ്വയംപ്രഭ ശ്രീരാമ സന്നിധിയിലെത്തി.
സ്തുതിഗീതം പാടി. രാമായണത്തിലെ സന്യാസിനിയായ സ്വയംപ്രഭ അധ്യാത്മ രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡത്തിൽ നിറഞ്ഞു നിൽക്കും.